പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 നവംബർ 4 തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഡോക്ടർ സാബു തോമസ്, വൈസ് ചാൻസലർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ടോപ്പ് 2% സയൻറ്റിസ്റ്റുകളിൽ പേരുള്ള ഡോക്ടർ സാബു തോമസ്. ഇദ്ദേഹത്തിൻ്റെ ബിരുദം കെമിസ്ട്രിയിൽ, പിന്നീട് 83-ൽ കുസാറ്റിൽ നിന്ന് പോളിമർ സയൻസ് റബ്ബർ ടെക്നോളജിയിൽ ബിരുദം, 87-ൽ PhD IIT ഖടഗ്പൂർന്ന്. അതിനുശേഷം നിരവധി അവാർഡ്സും ഹോണേഴ്സും. 2015-ൽ യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ ബ്രിട്ടാനി ഫ്രാൻസിൽ നിന്ന് ഡോക്ടറേറ്റ്, 2016-ൽ യൂണിവേഴ്സിറ്റി ഓഫ് ലൊറൈനിൽ നിന്ന് രണ്ടാമത്തെ ഡോക്ടറേറ്റ്, പിന്നീട് 2012-ൽ ഫെല്ലോ ഓഫ് ദി റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി അവാർഡ്, കെമിക്കൽ റിസർച്ച് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ MRSI മെഡൽ ഓഫ് ദി മെറ്റീരിയൽ റിസർച്ച് സൊസൈറ്റി ഓഫ് ഇന്ത്യ 2013-ൽ, ഫുൾബ്രൈറ്റ് നെഹ്റു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റർ അവാർഡ് 2017-ൽ, 2018-ൽ ട്രില അക്കാഡമിഷ്യൻ അവാർഡ്. ഇത്ര നിരവധി അവാർഡുകൾ, ഇത്രയും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നോളേജും കൂടാതെ തന്നെ അതിലുള്ള അപ്ഡേഷൻസാണ്. ഒരു വ്യക്തിയിൽ ഒരു വലിയൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. എന്നാൽ നമ്മളിൽ നല്ലൊരു മാറ്റം നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. നമുക്ക് നിരവധി റെക്കഗ്നേഷൻസും കിട്ടാൻ സാധ്യതയുമുണ്ട്. നമ്മൾ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് ഇതേപോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല കോൺഫിഡൻസും നമുക്ക് ഏതൊരു എക്സാമും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ വീഡിയോയും ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഹു ഹാസ് ബീൻ അവാർഡഡ് JC Daniel അവാർഡ് ഫോർ 2019 വിച്ച് ഇസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്? കേരള സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ 2019-ലെ JC Daniel അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഹരിഹരൻ. സിനിമാ നിർമ്മാതാവായ ഹരിഹരൻ, ഇദ്ദേഹത്തിനാണ് 2019-ലെ JC Daniel അവാർഡ് അർഹനായത്. നെയിം ഓഫ് ദ പേഴ്സൺ ഹു ഹാസ് ബീൻ റാങ്ക്ഡ് സെക്കൻഡ് ഇൻ ദ ഫീൽഡ് ഓഫ് പോളിമേഴ്സ് ആൻഡ് സ്റ്റുഡ് 114th in the worldwide rankings as per the subject-wise analysis conducted by Stanford University. സ്റ്റാൻഫോർഡ് സർവകലാശാല നടത്തിയ വിഷയമനുസരിച്ചുള്ള വിശകലനം അനുസരിച്ച് പോളിമർ രംഗത്ത് രണ്ടാമത്തെ റാങ്കും ലോക റാങ്കിങ്ങിൽ 114-ാം സ്ഥാനവും നേടിയ വ്യക്തിയുടെ പേര് ഡോക്ടർ സാബു തോമസ്. നമ്മൾ മുന്നേ തന്നെ ഡോക്ടർ സാബു തോമസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നെയിം ഓഫ് ദ ഷിപ്സ് വിച്ച് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി 24th edition ഓഫ് മലബാർ എക്സസൈസ് which commenced on 3rd November 2020 in the Bay of Bengal. 2020 നവംബർ 3-ന് ബംഗാൾ ഉൾക്കടലിൽ ആരംഭിച്ച മലബാർ എക്സസൈസിൻ്റെ 24-ാമത്തെ പതിപ്പിൽ പങ്കെടുക്കുന്ന കപ്പലുകളുടെ പേര്? ഇന്ത്യൻ നേവി ഷിപ്സ് റൺവിജയ്, ശിവാലിക്, ശക്തി, സുകന്യ ആൻഡ് സബ്മറൈൻ സിന്ധുരാജ്. US നേവൽ ഷിപ്പ് USS ജോൺ S. മക്കെയിൻ, റോയൽ ഓസ്ട്രേലിയൻ നേവൽ ഷിപ്പ് HMAS ബലാററ്റ്, ജപ്പാനീസ് മാരിടൈം സെൽഫ് ഡിഫൻസ് ഷിപ്പ് JS ഒനാമി. ഇത്രയും ഷിപ്പുകളാണ് 24-ാമത്തെ പതിപ്പായിട്ടുള്ള മലബാർ എക്സസൈസിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഫേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഫേസ് നവംബർ 17 മുതൽ 20 വരെ അറേബ്യൻ സീയിൽ നടക്കും. വിച്ച് സ്റ്റേറ്റ് ഹാസ് എക്സെംപ്റ്റഡ് tax to all battery operated vehicles till December 31st, 2022? ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും 2022 ഡിസംബർ 31 വരെ നികുതി ഒഴിവാക്കിയ സംസ്ഥാനം? തമിഴ്നാട്. തമിഴ്നാട്ടിലെ എല്ലാ ബാറ്ററി പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്കും 2022 ഡിസംബർ 31 വരെ പൂർണ്ണമായിട്ടും നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. Which community in Rajasthan agitates from 1st November 2020 to reclassify them from the other backward community to scheduled tribes?
രാജസ്ഥാനിലെ ഏത് സമുദായമാണ് 2020 നവംബർ 1 മുതൽ മറ്റ് പിന്നോക്ക സമുദായത്തിൽ നിന്ന് പട്ടികവർഗത്തിലേക്ക് പുനഃക്രമീകരിക്കാൻ പ്രക്ഷോഭം നടത്തുന്നത്? ഗുജറാത്ത്. To protect the health of COVID-19 infected patients, which state has banned the sale and use of firecrackers during festival season 2020? COVID-19 ബാധിച്ച രോഗികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് 2020 ഉത്സവ സീസണിൽ പടക്കം വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും നിരോധിച്ച സംസ്ഥാനം? രാജസ്ഥാൻ ഗവൺമെൻറ്. 10,000 രൂപ പിഴയായിരിക്കും പടക്കം വിറ്റാൽ, അതേപോലെ തന്നെ പടക്കം ഉപയോഗിച്ചാൽ 2,000 രൂപ പിഴ ആയിരിക്കുമെന്ന് രാജസ്ഥാൻ ചീഫ് മിനിസ്റ്റർ അശോക് ഗെഹ്ലോട്ട് 2020 നവംബർ 1 പ്രഖ്യാപിച്ചു. Which airbase will receive the second batch of the Indian Air Force 3 Rafale fighter jets from France on 4th November 2020? 2020 നവംബർ 4 ഫ്രാൻസിൽ നിന്നും ഇന്ത്യൻ വ്യോമസേനയുടെ 3 റഫേൽ യുദ്ധവിമാനങ്ങളുടെ രണ്ടാമത്തെ ബാച്ച് ഏത് എയർബസിൽ വന്നെത്തും? ജാംനഗർ എയർബേസ്. ഗുജറാത്തിലെ ജാംനഗർ എയർബേസിലാണ് ഈ 3 റഫേൽസ് ഫ്രാൻസിൽ നിന്ന് നേരിട്ട് എങ്ങും ലാൻഡ് ചെയ്യാതെ വന്നിറങ്ങുന്നത്. ഇതിനു മുമ്പുള്ള റഫേൽ അൽ ദഫ്ര എയർബേസിൽ അബുദാബിയിൽ ലാൻഡ് ചെയ്തതിനു ശേഷമാണ് ഇന്ത്യയിലേക്ക് പറന്നത്. Which village in India is praying for the US Democratic Vice President of nominee Kamala Harris to win? US Democratic Vice President നോമിനി കമല ഹാരിസിനെ വിജയിക്കാനായി ഇന്ത്യയിലെ ഏത് ഗ്രാമമാണ് പ്രാർത്ഥിക്കുന്നത്? തുളസേന്ദ്രപുരം, തമിഴ്നാട്. Which team will be playing their first match at the Women's T20 Challenge 2020 opening ceremony on 4th November 2020? 2020 നവംബർ 4 നടക്കുന്ന വനിതാ T20 ചലഞ്ച് 2020 ഉദ്ഘാടന ചടങ്ങിൽ ഏത് ടീം അവരുടെ ആദ്യ മത്സരം കളിക്കും? സൂപ്പർനോവ ആൻഡ് വെലോസിറ്റി. സൂപ്പർനോവ നയിക്കുന്നത് ഹർമാൻപ്രീത് കൗറും വെലോസിറ്റി മിഥാലി രാജും. 2020 നവംബർ 4 ഷാർജ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഈ മാച്ച് ആരംഭിക്കുന്നത്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. ഓരോ പ്രാവശ്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന എക്സാമുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.